നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പറയുമ്പോൾ തന്നെ നാവിൽ വെള്ളമൂറുന്നതും കേരളത്തിൽ സർവ്വസാധാരണമായി ഉപയോഗിച്ചു വരുന്നതുമായ ഇരുമ്പാമ്പുളിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇന്തോനേഷ്യയിലെ മൊളുക്കാസ് ദ്വീപിലാണ് ഇതിൻ്റെ ജനനം. പൊതുവെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത്. ഓക്സാലിഡേസെ ഫാമിലിയിൽപ്പെടുന്ന ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം അവേറിയ ബിലിംബി എന്നതാണ്. സംസ്കൃതത്തിൽ സിരാള, അമ്ലി, കർമ്മരക എന്നെല്ലാം പറയപ്പെടുന്നു. ഇംഗ്ലീഷിൽ ഇതിനെ ബിലിംബി എന്നാണ് പറയുന്നത്. പോർച്ചുഗീസ് പദത്തിൽ നിന്നാണ് ഈ പേര് ഉണ്ടായത്. ഇലിമ്പാമ്പുളി, പുളിയിഞ്ചിക്ക, കാച്ചിപ്പുളി, ചെമ്മീൻ പുളി എന്നീ പേരിലെല്ലാം ഇത് അറിയപ്പെടുന്നു. ഏകദേശം 10 മീറ്ററോളം ഉയരത്തിൽ വളരുന്ന ഒരു ചെറു വൃക്ഷമാണിത്. ഇത് താഴ്ന്നു വരുമ്പോൾ തന്നെ ശാഖോപശാഖകളായി വിസ്താരത്തിൽ വളർന്നു വരുന്നു. ഇതിൻ്റെ കായകൾ പച്ചക്കറിയായി ഉപയോഗിക്കാറുണ്ട്. കൂടാതെ മീൻകറിയിൽ വാളൻപുളിക്കും കുടംപുളിക്കും പകരമായി ഇത് ഉപയോഗിച്ചു വരുന്നു. ഇത് പച്ചയ്ക്ക് ഉപ്പിലിട്ട് വയ്ക്കുന്നതും പതിവാണ്. കായകൾ തടിയിൽ കുലകളായിട്ടാണ് കാണപ്പെടുന്നത്. അതിൽ വിത്തും അടങ്ങിയിട്ടുണ്ട്. പൂക്കൾ കുലകളായിട്ട് ചുവന്ന നിറത്തിലാണ് കാണപ്പെടുന്നത്. വിത്ത് നട്ടിട്ടാണ് ഇത് പ്രധാനമായും കൃഷി ചെയ്യുന്നത്. കൂടാതെ ചെറിയ തൈകളും നടാൻ ഉപയോഗിക്കാറുണ്ട്. ഇല, കായ തുടങ്ങിയവയെല്ലാം തന്നെ ഇതിൻ്റെ ഔഷധയോഗ്യമായ ഭാഗങ്ങളാണ്. ധാരാളം അയൺ കണ്ടന്റ് അടങ്ങിയ ഒരു സസ്യമാണിത്. വൈറ്റമിൻ സിയും ഓക്സാലിക് ആസിഡും കൂടിയ തോതിൽ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ആലിഫാറ്റിക് ആസിഡ്, സാപ്പോണിൻ, ടാനിൻ, ആൽക്കലോൾ തുടങ്ങിയവയെല്ലാം തന്നെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. രക്തപിത്തം, പ്രമേഹം, കൊളസ്ട്രോൾ തുടങ്ങിയ അസുഖങ്ങൾക്ക് ഇത് ഉത്തമമായ ഒരു ഔഷധമാണ്. ഇരുമ്പാമ്പുളിയുടെ നീരിൽ നിന്നെടുക്കുന്ന വൈന് കൂടിയ തോതിലുള്ള രക്തസമ്മർദ്ദത്തെ കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇരുമ്പാമ്പുളി കൊണ്ടുള്ള വൈന് രക്തത്തിലെ കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. അജീർണം, ദഹനമില്ലായ്മ, വിശപ്പില്ലായ്മ, പനി, ചുമ തുടങ്ങിയ അസുഖങ്ങൾക്കെല്ലാം ഇത് ഉത്തമമായൊരു ഔഷധമാണ്. തുണികളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന തുരുമ്പ് പോലുള്ള കറ കളയുന്നതിനും പിച്ചള പാത്രങ്ങളിലെ ക്ലാവ് കളയുന്നതിനും ഇതിൻ്റെ നീര് ഉപയോഗിച്ചു വരുന്നു. അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്നതുപോലെ ഇത് കൂടിയ തോതിൽ ഇതിൻ്റെ നീര് ഉപയോഗിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിലടങ്ങിയിരിക്കുന്ന ഓക്സാലിക് ആസിഡ് വൃക്കയിലടിഞ്ഞ് വൃക്ക തകരാറിലാവുന്ന അസുഖങ്ങൾ കണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നിങ്ങളോട് വിശദീകരിക്കുന്നതാണ്. ഇരുമ്പാമ്പുളി, അമ്ലി എന്ന് അതിൻ്റെ പേര് പറയാം. അമ്ളം, പുളിയാണ് അതിൻ്റെ സ്വാദ്. പക്ഷെ കുറച്ച് പഴുത്ത ലേശം മധുരം ഉണ്ടാവും. ഇതിൻ്റെ ഏറ്റവും പ്രധാനം ഇതിൽ ഈ ഇരുമ്പിൻ്റെ അംശം ധാരാളം ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അനീമിയ എന്ന പറയുന്ന രോഗത്തിൽ ഇരുമ്പിൻ്റെ അംശം കുറഞ്ഞ ആൾക്കാർക്ക് ഇത് ഒരു 4-5 എണ്ണം ജ്യൂസ് അടിച്ചിട്ടോ അരച്ചിട്ടോ എന്തെങ്കിലും ലേശം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ ഇതൊരു ഈ ദീപനമാണ്. അത് ഈ വിശപ്പില്ലാത്ത ആൾക്കാർക്ക് ഇത് ദിവസേന അതിൻ്റെ ഒരു സ്വരസം എടുത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ അച്ചാറുണ്ടാക്കിയിട്ട് മുളക് അധികം ചേർക്കരുതെന്ന് മാത്രം, അല്ലെങ്കിൽ ഉപ്പിട്ടിട്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ ദീപനമാണ്, പാചനമാണ്, നല്ലോണം വിശപ്പുണ്ടാവും. ഈ ഇതിൻ്റെ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് അത് നല്ലോണം ജ്യൂസാക്കി കഴിക്കുക. ലേശം ഉപ്പ് ലേശം ഇടുക, അങ്ങനെ കൊടുത്താൽ ഈ ദാഹം, വെള്ളം ദാഹം നല്ലതാണ്. ഈ വേനൽക്കാലത്തേക്ക് മാറാൻ വെള്ളം ദാഹം മാറാൻ നല്ലതാണ്. പിന്നെ ഈ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർ ഈ ഇരുമ്പാമ്പുളിയുടെ സ്വരസം എടുത്തിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് കുറയുന്നതാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ അമ്ളം അധികം കഴിക്കാൻ പാടില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറുടെ ഉപദേശത്തോടു കൂടി മാത്രമേ, കാരണം വല്ലാണ്ട് ഈ ഇരുമ്പാമ്പുളി നീര് കഴിച്ചാൽ കൊളസ്ട്രോൾ കുറയുന്നതോടുകൂടി അമ്ല ശരീരത്തിൽ അധികമായി കഴിഞ്ഞാൽ മറ്റ് പല അസുഖങ്ങളും ഉണ്ടാവാൻ സാധ്യത, മൂത്രത്തിൽ കല്ലുണ്ടാവാൻ സാധ്യത. അതുകൊണ്ട് നിർദ്ദേശപ്രകാരം മാത്രമേ അത് കഴിക്കാൻ പാടുള്ളൂ.